നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ദിവസങ്ങളോളം ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി നിവാസികൾക്ക് ഭീഷണിയായിരുന്ന കടുവ ചത്തു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കടുവയെ മയക്കുവെടിവെച്ചത്. കാലിനാണ് കടുവയ്ക്ക് പരിക്കേറ്റത്. തുടർന്ന് ചികിത്സയ്ക്ക് തേക്കടിയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. അതിനിടെയാണ് കടുവ ഇന്ന് ചാകുന്നത്. മയക്കുവെടി വെച്ചതിനു ശേഷം ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ കടുവ ശ്രമിച്ചിരുന്നു. ഇതോടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് കടുവയെ വെടിവെച്ചതെന്നാണ് DFO അറിയിച്ചത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പീയ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയാണ് ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വനംവകുപ്പ് പിടികൂടുന്നത്. ഇന്ന് രാവിലെയും കടുവ വന്യമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. പുലർച്ചെ അരണക്കല്ലിലെ ലയത്തിന് സമീപം എത്തിയാണ് ഇത് വന്യമൃഗങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്. തേയിലത്തോട്ടത്തിൽ വിശ്രമിച്ചിരുന്ന കടുവ അവിടെ നിന്ന് നീങ്ങുമ്പോഴാണ് ദൗത്യസംഘം വെടിയുതിർത്തത്. ആദ്യത്തെ റൗണ്ട് വെടിവെച്ചപ്പോൾ കടുവ അക്രമാസക്തനായിരുന്നു. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു. പിന്നീട് രണ്ടാം റൗണ്ട് വെടിവെച്ചപ്പോഴാണ് കടുവ മയങ്ങി വീഴുന്നത്. പിന്നീട് കടുവയെ വലയ്ക്കുള്ളിലാക്കി പ്രത്യേക കവചിത വാഹനത്തിൽ തേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചാവുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിൽ എത്തിച്ച് ചികിത്സ നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ ഈ മാസം 10-ാം തീയതിയാണ് കടുവയെ കണ്ടെത്തുന്നത്. ഇത് അറിഞ്ഞ ഉടൻ തന്നെ അടുത്ത ദിവസം കടുവയെ പിടികൂടാനായി കൂടും സ്ഥാപിച്ചു. തോട്ടം തൊഴിലാളികളോട് ജോലിക്ക് പോകരുതെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ കൂട്ടിൽ കടുവ കയറിയിരുന്നില്ല. തുടർന്നാണ് മയക്കുവെടി വയ്ക്കാൻ തീരുമാനിക്കുന്നത്. ശനിയാഴ്ച മുതലാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത്. കോട്ടയം DFO രാജേഷിന്റെയും വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഈ കടുവ ഇന്ന് രാവിലെ അരണക്കൽ എസ്റ്റേറ്റ് ലയത്തിന് സമീപമെത്തി ഒരു പശുവിനെയും നായയെയും കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി വ്യാപക പരിശോധന ആരംഭിച്ചു. ഡ്രോൺ നിരീക്ഷണവും നടത്തിയിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കടുവയെ കണ്ടെത്തുന്നതും മയക്കുവെടി വെക്കുന്നത്. കടുവയെ പിടികൂടിയതോടെ മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞയും പിൻവലിച്ചു. ഫെബ്രുവരി 23-ന് വള്ളക്കടവ് പൊന്നഗറിലാണ് കടുവയെ ആദ്യം കണ്ടത്. പിന്നീട് മാർച്ച് 2-ന് പോപ്സ് ഗ്രൂപ്പിന്റെ ഗ്രാമ്പി എസ്റ്റേറ്റിൽ കടുവയെ കണ്ടിരുന്നു. അതിനുശേഷം ഗ്രാമ്പി ഗവൺമെന്റ് LP സ്കൂളിന് സമീപം വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി ഡ്രോൺ നിരീക്ഷണം നടത്തി. ഇവിടെ കൂട് സ്ഥാപിച്ചു. 2 ദിവസം തിരച്ചിൽ നടത്തി കടുവയെ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. ഞായറാഴ്ച വീണ്ടും വനപാലകർ ഇവിടെ എത്തിയെങ്കിലും കടുവ പ്രദേശം വിട്ടു പോവുകയായിരുന്നു.